മേടിച്ച ഒന്ന് ഞാൻ വില്യംസും വിൽമോറും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി സമൂസന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതെ, റാഷിന്റെ മുട്ടായി സമൂസ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കൂടി സെറ്റ് ആക്കിട്ടാ. ഹായ്, അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണ്? ഇത് രണ്ടും അല്ല, നോമ്പ് തോറ. അതെ, നോമ്പ് തോറയിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കാൻ പോണത്, ഇന്ന് പ്രിപ്പറേഷൻ മൊത്തം നമ്മളാണ്. അതിലൊരു ഇത് മാത്രം അത് തന്നെ നമ്മളെല്ലാരും കൂടി ഇട്ടോ. റാഷിന്റെയും ഇന്ത്യ ഒക്കെ ഇന്റെ സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഇന്നുണ്ട്. ഫുൾ സ്പെഷ്യൽ സാധനം. ഇല്ല, നിന്റെ സ്പെഷ്യൽ ഇപ്പൊ പറയാനില്ല, ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പം ഞാനിപ്പോ ഈ വീഡിയോ എടുക്കണെന്ന് പറഞ്ഞാല് കുറച്ച് അതിലേക്കുള്ള ഇൻഗ്രീഡിയന്റ് ഇവിടെ കുറച്ച് പരത്തി വെച്ചതിന്റെ ശേഷമാണ് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഞാൻ ഇവിടെ പരത്തിയല്ല, ഇത് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഉണ്ട് ഉമ്മ. അതെ, ഉമ്മ എന്താ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാല് ഉമ്മ ഇത് കുഴച്ചുണ്ട്. ഇനി ബാക്കി ചെയ്യാൻ പോകുന്നത് ഞാന് റാഷി ഇതില് പരത്തി തരും. എന്നിട്ട് ഞാൻ കുഴച്ചിട്ട് തക്കും. ഓക്കെ, നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ആദ്യത്തെ സമൂസയാണ്. പിന്നെ എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ആദ്യം സാധനങ്ങൾ എടുത്ത് സോറി. ഓക്കെ, നമ്മളെ ഇത് സമൂസക്ക് വേണ്ടിയിട്ടുള്ള തീന് അല്ലേ? എന്നിട്ട് പിടിക്ക്, ഇത് അവിടെ കൊണ്ടേക്ക്. ശരിപ്പം പിന്നെ അടുത്തെടുക്ക്. അത് എടുക്കാനായിട്ടില്ല. എടുത്തു വെച്ചേ. ഇത് എന്താ ഇതിന്റെ ഉള്ളല്ലേ? റാശി ഇപ്പൊ ചീത്ത പറഞ്ഞു പോയിട്ടുള്ളു. എന്താണ് നിങ്ങളതിന്റെ ഉള്ളിലെ അവസ്ഥ എന്തമ്മ? ഞാന് വയ്യാണ്ടായതിന്റെ അവസ്ഥ ഒരു വീട്ടിലൊരു പെണ്ണ് കിടന്നു കഴിഞ്ഞാൽ എങ്ങനെയാന്നുള്ളത്. കാരണം നിങ്ങൾ ഭയങ്കര ആകെ ഇവിടെ പണി ചെയ്തിരുന്ന ആളാ. ഇതിലില്ലാത്ത സാധനങ്ങളില്ല. പോക്കുവരവൊക്കെ ആയിട്ട്. അതെ ഉമ്മ, പക്ഷെ എന്നാലും സഹായിച്ചു തരുന്ന ആളാ ഞാനല്ലോ ഉമ്മ കൂടുതല്. തൊഴിലുറപ്പേരെ തുറക്കാറ് ഇല്ലേ? ഞാൻ സഹായിച്ചു തരുന്നില്ല ഞങ്ങക്ക്. അല്ല, അതിന് ഞാൻ പുറത്താണ് മൊത്തം. മല്ലിപ്പൊടി എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഉമ്മക്ക് ഇവിടെ കൊറേ സഹായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ തുടച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ സഹായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഇല്ല ഇല്ല അമ്മ നിങ്ങൾ പറയും ഇല്ലേ? അൻ്റെത് കുറച്ച് ദിവസം തിരുമ്പി, ബാക്കി ഫുള്ള് തിരുമ്പാൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് ഞാൻ ചെയ്യുന്ന ഒരാഴ്ച കഴിഞ്ഞാൽ അല്ല, അതില് ഇന്ന തെറ്റ് പറയാൻ ഒരിക്കലും പറ്റൂല. കാരണം എന്താ പറഞ്ഞാല് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഇന്റെ ഒരു ടൈം ഒക്കെ വേറൊരു പണി ഉണ്ടല്ലോ, ആ പണി തീർത്തിട്ട് ഈ പണി ചെയ്യാൻ വേണ്ടിട്ട് നിക്കുമ്പോത്തിന് അല്ല അതായി അങ്ങനെ ആയി പോണതാ. നോമ്പ് കാലാണ്, വെള്ളം വറ്റിപ്പോയി. പിന്നെ റാശി പിന്നെ എന്താന്ന് പറഞ്ഞാല് തുടക്കും ചെയ്തിക്കണ്, തിരുമ്പും ചെയ്തിക്കണ്, ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ ഓനെ തിരുമ്പി കൊണ്ടുവന്നിടാനുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇത് എന്തോ ഒരു സംഭവം റാശി കൊടുക്കാന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉമ്മ അങ്ങനെ പറഞ്ഞതാണ്. മംഗലത്തമ്മനെ വായിൽ വരുന്നത്. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും സമൂസ ഉണ്ടാക്കാം. ഞങ്ങൾ 3 ആൾ ഉണ്ടാക്കുന്ന സമൂസ 6 സമൂസയാണ് കിടിലൻ സമൂസ എന്ന് നിങ്ങൾ പറയണം. പിന്നെ തിന്നിട്ട് ഞാനും പറയാം. അല്ല, നീ ഉണ്ടാക്കും. 6 സമൂസയാണ് കാണാൻ രസമെന്നോ അടിപൊളിയെന്നോ നമുക്ക് നോക്കാം. എന്തേ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി പത്തിരിയും കൂടി ഇവിടെ കൊണ്ടു നോക്കണം. പത്തിരി റാശി പരത്തി തരും, ഞാൻ മറ്റേ സുനാക്കും. ഏത് പത്തിരി ഉള്ളിൽ. അപ്പൊ ആദ്യമായി ഞാൻ ചപ്പാത്തി പരത്തിയിട്ടാണ് ഈ സമൂസന്റെ സാധനം ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാക്കണം. എന്തത്? ഇതാ ഇങ്ങനെയാണ് അതിനെ പിടിച്ച് ഇല്ല, ഇത് റെഡിയാവും. ഇനി അതില് തീം നിറച്ചാള് വലിയൊരു സമൂസ ഉണ്ടാക്കിക്കണത്. ഞമ്മക്ക് ഇവിടെ നമ്മളെ വീട്ടിലെ ഏറ്റവും ഞമ്മക്ക് ഇഷ്ടമുള്ള സാധനമാണ് എന്താണേ അടുപ്പ് കത്തിക്കണ്ടങ്ങള്. മോറും വന്ന
പേടകത്തിന്റെ ആര് 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 എന്താണ് അത് കൊടുക്ക് അടുക്കില്ല എന്താണ് എന്താണ് സുനിത വില്യംസും വിച്ച് വിൽമോറും. ആദ്യം പാക്ക് മറ്റെന്തെങ്കിലും പാകിസ്ഥാനൊക്കെ മറ്റേ കിട്ടുന്ന മാതിരി സാധനം റെഡി ആയിട്ടുണ്ട്. ഇതട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ചപ്പാത്തി റോഷ് പഠിച്ചു. അതെ. ഇനി ഇത് ഇതിലേക്ക് ഇടട്ടെ. അല്ല ആയിട്ടില്ല. പത്തിരി ഇനി ഒന്നുകൂടി വലിപ്പം വെക്കട്ടെ. 4 ബാക്കി നല്ലോണോ അലക്കിട്ട് ചെണ്ടി ആയിരുന്നു. ഭക്ഷണത്തിനെ കുറിച്ച് അങ്ങനെ പറയല്ലോ കേട്ടോ. നല്ല തീനുണ്ട് കേട്ടോ ഇവിടെ. തീനാണ് ഇതില് ഫില്ല് ചെയ്യാനുള്ളത്. കുഞ്ഞു കുട്ടിക്ക് വരെ നോമ്പ് എന്നിട്ടാണ് എനിക്ക് നോമ്പില്ലാതെ. അപ്പൊ ഒന്നായിട്ടുണ്ട്. ഒന്നായില്ലേ? ഒന്നായിട്ടുണ്ട് കേട്ടോ. അതങ്ങനല്ല. നിങ്ങൾക്ക് മുറിച്ചിട്ടാ അതെങ്ങനെ ശരിയാവും? നിങ്ങളെല്ലാരും പറഞ്ഞു ആരെ സമൂസ ആരുണ്ടാക്കിയതാണ് അടിപൊളി എന്നുള്ളത്. നോക്കി അത് കണ്ടിട്ട് പോയിക്കോളും. വരി വരി ഇവിടെ വരി ഇവിടെ വരി സൈബി വിടാ അടുക്ക് ഇത് കാണിച്ചതാ. ഇതാ ഇത് എടുക്ക നോക്ക്. അങ്ങനെയല്ലടാ പൊട്ട. എങ്ങനാണെന്നുണ്ടെങ്കിലും നോക്ക്. കൊച്ചു പറഞ്ഞ വരുത്ത പേടക്കം തന്നെ കേട്ടോ. എന്തേലും മറ്റേ സുനിത വില്യംസ് പിച്ചു വിൽമോർ ഇതെന്താ കയറ്റോ? ഒരു കാര്യം ചെയ്യും. ഇതെന്താ പട്ടോ? അത് ഓലപ്പട്ടോ. പള്ളിത്തറ അമ്പലത്തിലെ ഇത് കഴിഞ്ഞു പോയി. എല്ലാത്തിനും അതിന് കൊടുക്കരുത്. പടക്കം പൊട്ടി കൊടുക്കരുത്. അത് നോക്ക്. അതല്ല അതങ്ങനെ പൊരിച്ചു നോക്കാതെ ഇതെങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്ക്. കണ്ട അതിലാണ് നടത്തിയത്. ഇതിന് നിറച്ചു കൊടുക്ക്. ഇതിനെന്താ കുഴപ്പം? നിങ്ങൾ പറയും ഇതിനെന്താ കുഴപ്പമുണ്ടത്? നമ്മള് കളിക്കുമ്പോ എലോണ്ട് ഉണ്ടാക്കൂലേ? ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് അങ്ങനല്ല കേട്ടോ. ഇഷ്ടമില്ലാത്തവര് ലൈക്ക് ചെയ്യാ, ഇഷ്ടമില്ലാത്തവര് ലൈക്ക് ചെയ്യാ, ഇഷ്ടപ്പെട്ടവര് സബ്സ്ക്രൈബ് ചെയ്യാ. ഇതിപ്പോ ഇമ്മ പറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഓക്കെ ഫില്ല് ചെയ്ത് അന്റെ സമൂസ തിന്നാ മതി. തീരെ ഫില്ലിങ് ഇല്ല. ഫില്ലിങ് ഒന്നല്ല പ്രശ്നം. അങ്ങോട്ടൊക്കെ അങ്ങനല്ല. ഇതിനൊരു എണ്ണം കൂടിയല്ലോ. സമൂസക്ക് ഒരു തല കൂടിപ്പോയല്ലോ. അത് തിരിച്ചു വെച്ചാളോ. അത് വെറൈറ്റി സാധനം. തൽക്കാലി അല്ല 4 മൂലുള്ള സമൂസ ഉണ്ടാക്കിട്ടോ. 4 മൂലയാണ് ഉണ്ടാവില്ല. പെണ്ണെട്ടിയ ആളാണെന്ന് പറഞ്ഞറിയിക്കണം. പിന്നെ പെണ്ണ് കെട്ടിയാല് സമൂസ ഉണ്ടാക്കാൻ പഠിക്കല്ലേ ചെയ്യാ. ഇങ്ങനെ ആക്കി കൈകൊണ്ട് എടുത്തിട്ടാലും മതി. ഇതല്ലേ ഇത് ഈ മോഡൽ ആക്കണ്ട വെച്ചിട്ടാ ഞാൻ ആ മോഡൽ ഉണ്ടാക്കിയത്. ഇതൊക്കെ അറിയാം. ഉമ്മ ഉണ്ടാക്കിയത് കാണിച്ചെടുക്ക്. ഇത് ഉമ്മ ഉണ്ടാക്കിട്ടോ. ഉമ്മ ഉണ്ടാക്കിയതും ഓൻ ഉണ്ടാക്കിയതും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോളി. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് 4 മൂലുള്ള ഒരു സമൂസ ഞാൻ ഉണ്ടാക്കി. 10 രൂപ ആദ്യം ഇങ്ങനെ അമ്മ പറഞ്ഞ മാതിരി അടിയിലൊന്ന് തൊട്ടെടുക്കണോ? അല്ല അടി കൂടെ കുറച്ച് കടല വെക്കാൻ പോയാ മതിയെന്ന്. അടിയിൽ ഇതാക്കി കൊടുക്ക്. നോമ്പുമ്പോഴേക്കുള്ള സാധനം ടൈമില്ല. 5:30 5 മണി. നോക്ക് ഇനി 4 മൂല വരുന്നുണ്ട്. ഇതാക്ക്. എവിടെ തൊള്ളക്ക് പോയിട്ടില്ലേ? കൊറേ കാലത്തിന് വെച്ചൊക്കെ നോമ്പ് പറ്റിക്കണ്. ഞാനൊന്നും പറ്റിക്കണ്. സാധനം സെറ്റ്
എടാ ബാക്കി വന്നത് എടുത്തോണ്ട് ഒഴിവാക്കിയാണ് അല്ല ഈ ഡയലോഗ് അടിക്കണ്ടല്ലോ, നീ ചെയ്ത ഞാൻ ചെയ്യും. ഇങ്ങനെ തരി തരി. വെൽക്കം ടു ദ സ്റ്റേജ് ഓൺ റാശി. ഇനി അറിയാലോ എന്റത്. ഗാലറിയിൽ ഇരുന്ന് പരിപാടി പറയാൻ എല്ലാവർക്കും പറ്റും. ഒന്നാക്കല്ലേ, ഓ കുടിക്കും. അല്ലാതെ ഓൻ ചെയ്യട്ടെ. ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ആ ആ ആ ഇതിനെക്കാട്ടി അടിപൊളി ചാനൽ ഉണ്ടാക്കിയേ. നോക്കട്ടെ, നോക്കടാ, നോക്കിട്ട് കുറച്ചും കൂടി പിള്ളേ കാക്ക. ആ ഇതെന്തമ്മ 5 ഫില്ലിങ് ഒന്നിലേക്ക് തീർക്കണേ. പെർഫെക്ഷൻ ഓളാങ്ങളായനെ കൊണ്ടേ തിരിയൊക്കെ എന്താണ് പക്ഷെ അതാണോ ഇതാണോ അടിപൊളി? ഈ പരുത്തിട്ട് ഉണ്ടാക്കണം. ഇത് ഞാൻ ഉണ്ടാക്കിയതാ. ആ പരുത്തിട്ട് ഉണ്ടാക്ക്. അതല്ല പരുത്തിട്ട് ഉണ്ടാക്ക്. അല്ല അത് മാത്രം മാറ്റി വെച്ചു കൊടുക്കേ. പരുത്തട്ടെ. ബിസ്മി ചെല്ലിയാല് നന്നാവുന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ചിലപ്പോ ബിസ്മി അല്ലേ ഉണ്ടാവും. അല്ലല്ല പരുത്തട്ടെ. ഒറ്റക്ക് പരുത്തട്ടെ, നോക്കി നോക്കാം. ചെയ്ബാ ഈ ഒരുമാതിരി അങ്ങനെ ആവരുതിട്ടാ. പരുത്ത് അടങ്ങിക്ക് ചെയ്യാലോ. ഞാൻ പരത്തിയതൊക്കെ വിറക്കട്ടെ. എന്റെ സമൂസൊക്കെ വിറക്കട്ടെ. എന്നാ ഓരോരുത്തരും ഉണ്ടാക്കിയതോ കാണിക്കാത്ത നോക്ക്. കൈ ഇടിക്കുമ്പ സെറ്റ് ചെയ്യേ. അല്ല ഇതിപ്പോ എന്താ അറിയോ, വേറൊരു കാര്യമുണ്ട്. അതിപ്പോ ഇത്തിരി റെഡി ആവാൻ കാരണം എന്താ അറിയോ ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്തപ്പോ ഇത്തിരി പൊടിയൊക്കെ ഇട്ട് റെഡി ആയത്. ഞാൻ തുടക്കത്തിലാണ് ചെയ്ത്. കാര്യം പറയട്ടെ, ദീനീബോധമുള്ള കുട്ടികളിൽ നിന്നും ആലോചന ക്ഷണിക്കുന്നു. റാഷിക്ക് എല്ലാ പണിയും അറിയാം. അതെ, കെട്ടാൻ താല്പര്യമുള്ളവര് ഒന്ന് ആലോചിച്ചോളാം. വെറുതെ തല വെക്കാൻ കേട്ടോ. ആ പരിപാടിക്ക് നിക്കണ്ട മക്കളെ. ഇതൊന്നും കണ്ടിട്ട് നിങ്ങളും ഇതാക്കണ്ട. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നത് കണ്ടിട്ട് പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനല്ല റാഷിയെ, ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇതാക്കണം. ഇത് പിന്നെ നാട്ടുകാർ ഇങ്ങനെ തന്നെ വയ്ക്കുക. ഒരു സ്ഥലത്ത് നിന്നോടത്ത് നിന്നിട്ട് എല്ലാ ഭാഗവും റെഡിയാക്കാൻ പറ്റണം. ആ നോക്കി, ആ ഇതാണ് ഷേപ്പ്. നിങ്ങളെ നാട്ടിലെ വട്ട ഷേപ്പ് ഇതാണ്. പൊക്കി കാണിച്ചേ. അപ്പുറത്തെ ഭാഗത്ത് പൊടി ഇതായിക്കോട്ടെ. പൊടി ജയിറ്റാവും. ഫസ്റ്റായിട്ട് പരത്തുന്നതല്ലേ, മറിച്ചിട്ടാ. മറ്റേ നമ്മള് അവിടെ ആവുമ്പോ CK വയനാട് പറയൂലേ, CK വയനാടിന്റെ ബ്ലൗസ് വയലുണ്ട് ആക്കിയത്. ആ അത് മതി. ഇതാണ് എന്റെ ഷേപ്പ്. നോക്കിക്കോ. ഇതാണ് ആയിക്കോട്ടെ. അങ്ങനത്തെ ഒരു തീരുമാനം ആയതല്ലേ എനിക്ക് എന്റെ പണിയെടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഏത് പൊട്ടനക്കും പറ്റും. നമ്മക്കും പറ്റുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫറെ കഴിവാണ് എഡിറ്റ് ചെയ്താക്കുന്നതാ. അല്ലാതെ ഇങ്ങനെ നന്നാവൂല. ഇത് ചെയ്താ നിങ്ങള് പറയും AI ചെയ്തതാണ് ഈ സംഭവം. AI കൊണ്ട് ഉണ്ടാക്കിയത്. ഇപ്പൊ AI അല്ല മൊത്തം ഫുള്ള് കമ്പ്യൂട്ടർ യൂസ്. ജസ്റ്റ് മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കി നോക്ക്. ഞാൻ പോയിട്ട് കറി ഉണ്ടാക്കിട്ടാ. നിങ്ങൾ ഞാൻ നോക്ക്. ഇത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല അറിഞ്ഞ് ശാസ്ത്രത്തെ തോൽപ്പിച്ച് റാശി വിജയിച്ചു. നോക്ക്.
സൈബ ഒന്ന് ചെയ്യട്ടെ. സൈബ എന്നെ കൊണ്ട് കെട്ടി. ഇതിലിപ്പോ ഈ ഇതാക്കിയാലും ഇതില് പോവാൻ ഇതാക്കിയെന്ന് വിചാരിച്ചോളൂ. പക്ഷെ അടുത്തതിന്റെ സ്പെഷ്യൽ ഡിഷ് ഉണ്ട്, മൊഹബത്ത് കാ സർബത്ത്. അത് ഞാനോ ഈ സൈബിയും കൂടി ഉണ്ടാക്കും. അതെ, കണ്ട മോനെ, അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും. ഉണ്ടാക്കിയ മാതിരി അല്ല കേട്ടോ, ഇതുവരെ ആരും ഉണ്ടാക്കിയ മാതിരി അല്ല, നമ്മള് വേറെ വാങ്ങിയില്ല. അല്ല, വേറെ ലെവല സാധനങ്ങളല്ല നമ്മൾ ചേർക്കാൻ പോണത്. കണ്ട നേരന്ന് കിടക്കണോക്ക്. സൈബ മാന കളയരുത്. സൈബ കാണിച്ചത് പുതിയ ഇതൊരു പുതിയ വെറൈറ്റി സമൂസയാണ്. നമ്മൾ ഇങ്ങനെ എടുത്ത് കണ്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് അല്ല തൊട്ടില് സമൂസ. അല്ലല്ല തൊട്ടില് സമൂസടാ, മുട്ടായി സമൂസ. ഇത് നോക്കി, ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക. മുട്ടായി സമൂസ. അതായത് നമ്മളിപ്പോ എന്ന് സമൂസ ഉണ്ടാക്കി അതൊരു വെറൈറ്റി ഇല്ല. നമുക്കൊരു അപ്പൊ ഇന്നത്തെ നമ്മളത് മുട്ടായി സമൂസ. മുട്ടായി സമൂസ കണ്ട നോക്കി, ഇതും പൊരിക്കണട്ടമ്മ. 4 പ്രാവശ്യം കുറച്ച് മുട്ടായി സമൂസ. നോമ്പ് തുറന്നിട്ട് നമ്മള് തിന്നുമ്പോ നമ്മൾ പറഞ്ഞു മുട്ടായി സമൂസ എങ്ങനെയുണ്ട്. അതായത് ഇത്രേ ഉള്ളൂ. സമൂസ നമ്മൾ കൺവെൻഷണൽ രീതിയിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ സമൂസ ഈ 3 മടക്കുള്ള ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് വെറൈറ്റി വേണം. എന്നും ഇങ്ങനെ വീട്ടുകാർക്ക് ഇങ്ങനെ സമൂസ ഉണ്ടാക്കി കൊടുക്കുകയാണ് മുട്ടായി സമൂസ. അപ്പൊ അതിലൊരു വെറൈറ്റി വേണം. അപ്പൊ നമ്മൾ എന്താ എന്തിനാണ് സമൂസ ഇങ്ങനെ തന്നെ വേണമെന്ന് എവിടെ എഴുതിയൊന്നും വെച്ചില്ല. ഒരു ഇതിലും ഇല്ലല്ലോ. ഇല്ല, ഇതൊക്കെ ഒരു ഇതല്ലേ. അതെ, ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കിയത് തന്നെ അല്ലേ. അതെ, ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരാളുണ്ടാവല്ലോ. അതെ, ഇപ്പൊ മുട്ടായി സമൂസന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതെ, റാഷിന്റെ മുട്ടായി സമൂസ. റാഷിന്റെ മുട്ടായി എങ്ങനെ ഉണ്ട് എന്നുള്ളത് എല്ലാരും തിന്ന് നോക്കിയിട്ട് പറയാം. അതെ, ഇന്ന് നമ്മള് പറയുന്നതായിരിക്കും മുട്ടായി സമൂസ. എടാ കുറച്ചുകൂടി രസാക്കാൻ പറ്റൂട്ടോ മുട്ടായി സമൂസ, അത് നീളത്തിലല്ലാതെ. ഇത് നിങ്ങൾക്ക് നിങ്ങളെ മാതിരി ഇതാക്കാം. ഇത് മുറിഞ്ഞു വെക്കണം. ഇന്ന് കൂടുതൽ ഇന്നത്തെ സ്പെഷ്യൽ മുട്ടായി സമൂസ ആയിക്കോട്ടെ. അല്ലല്ല ഏയ് കുറച്ചുകൂടി 2 മതി. അല്ലല്ല 3 5 സൈബന്റെ മുട്ടായി സമൂസ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത ഇതാണ്, എല്ലാവർക്കും ഉണ്ടാക്കാം. അതൊക്കെ എടുത്തോ, അതൊക്കെ എടുത്തോ. വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം ഇതാ ഇതില് നമ്മളിപ്പം ഇതിന് വേണ്ടിട്ട് എടുത്തിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലെടുത്തിട്ടുണ്ട്, പിന്നെ സൈബ കസ്കസ് എടുത്തുവാ മതി. സർബത്ത് എടുത്തിട്ടുണ്ട്, വത്തക്ക എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ സൈബ ഇനി കസ്കസ് കൂടി ഉണ്ട്. അത് സൈബ എടുത്ത് വരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മുറിക്കുക. എന്താന്ന് പറഞ്ഞേ? മുഹബ്ബത്ത് കാ സർബത്ത്. ഇത് എത്ര കുനുകുനാക്കണം? ഇത്ര കുനുകുനാക്കിയാൽ മതി. ഈ റാശിപ്പത്തിരി അരിഞ്ഞാണ് ഇങ്ങനെ കുനുകുനാക്കണ്ട, ചെറുതാക്കേണ്ടത് കുടിക്കാനുള്ളതല്ലേ. ചെറിയ ബോക്സ് പീസ് ആക്കിയാൽ മതി. ഇങ്ങനത്തെ എക്സ്പോർട്ട് ഫുഡ് എക്സ്പോർട്ടോ? ഫുഡ് എക്സ്പോർട്ടിന്റെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് എക്സ്പോർട്ട് എന്നാണ് ഈ പറഞ്ഞത്. പക്ഷെ അത് മാറിപ്പോയതാ. അതായത് ആർക്കും തെറ്റിപ്പോവില്ല. പൊട്ടന് പോലീസുകാരനല്ലേ, ഏത് പൊട്ടനും തെറ്റിപ്പോവും. അതെ അതെ. അപ്പൊ ഇത്ര മതിയാവും റാഷ്യ അല്ലേ? എങ്ങനെയാടാ ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മിൽക്ക് ഒഴിക്കാം. ഓക്കെ, അങ്ങനെ നടക്കൂ. അതാണ്. എത്ര കത്തി കൊണ്ട് പൊട്ടിച്ചാലും റെഡി ആവില്ല. അതിലേക്ക് അടിക്കും. കാണിക്കണ്ടേ? ഒഴിച്ചോ. പുറത്ത് ആക്കല്ലേ? പുറത്തു പോല. അതാ ഫുള്ള് പാലും. അപ്പൊ നമ്മള് ഇനി നമ്മള് ഐസ് ക്യൂബ് ഇടണം. അതിന് മുന്നായിട്ട് ഉണ്ടാ സൈബ ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ടാ ഹെൽപ്പറ. അത് രണ്ടും കൂടി ഒന്നിച്ചെടുത്താ പോരാ. അല്ല വെള്ളം എടുക്കട്ടെ, ഇതില് നമ്മൾ ഐഡിയ കട്ട് ഉണ്ടാക്കണം. മിൽക്ക് മെയ്ഡ് ഒഴിക്കണേ ഞാൻ ഇതുവരെയായിട്ട് കണ്ടില്ല. മുഹബത്ത് കാല് ഒഴിക്കണേ കണ്ടിട്ടില്ല. കുറച്ച് തരോ? നോമ്പില്ലാത്തപ്പോഴാണെങ്കിൽ തിന്നേനി. നോമ്പില്ല എനിക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്ര ഒന്ന് ബാക്കി എടുത്ത് വെക്കാം. ബാക്കി നമുക്ക് നോക്കാം. ബാക്കി എടുത്ത് വെക്കാം. എന്നാലും നമ്മളെ ഐഡിയക്ക് ഇത്തിരി സർബത്തും തിരിയല്ലേ കുറച്ചും കൂടി മതി. എത്ര മതി? ബാക്കി നമുക്ക് നോക്കാം. കാരണം ഇപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ളത് പറ്റൂലല്ലോ, കാരണം നോമ്പുണ്ടല്ലോ. ഈ മുഹബത്ത് പിന്നെ ഇത്തിരി ഐസാക്കാൻ വെച്ചിരുന്നു. മുഹബത്ത് കുറച്ച് വെള്ളം ഒഴിച്ചേക്കാം ഇപ്പൊക്ക്. പിന്നെ അല്ലേ മുഹബത്ത് സർബത്ത് പറയുമ്പോ സർബത്ത് അല്ലേ? ആണ്, പക്ഷെ അതില്ലാത്ത സർബത്തുകളാണ് ഞാൻ കൂടുതൽ കണ്ടത്. മതി ഇത് വെള്ളം വേറെന്തൊക്കെ നിൽക്കുന്നു.
ഇല്ല 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 ഇതിപ്പോഴാണ് കൺസിസ്റ്റൻസി ആയത്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ മറ്റേ ആ ഒരു ഇതിലാവുമായിരുന്നു. ഇത്തിരി വെള്ളം ആക്കിയിട്ടുള്ളൂ, ഇത്തിരി പഞ്ചസാര നോക്കിയിട്ടിടാ. അപ്പൊ നമുക്കിപ്പോ എന്തായാലും ഇതിപ്പൊക്ക് കൊടുത്താ ശരിയാവില്ലല്ലോ. ഇപ്പൊക്ക് വലിയ ഇത് ഇഷ്ടല്ല, ഇത് പാലിഷ്ടല്ല, പാലിഷ്ടല്ലാത്തല്ല, അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടി മധുരം ആണ്. കുറച്ച് കുടിച്ച് വെച്ചിട്ടൊന്നും സംഭവിക്കില്ലാന്നേ. നമുക്ക് പൊരിക്കാനുണ്ട്. ഇത് ഞങ്ങൾ കൊണ്ടുപോവാ. ഇജ്ജ് എന്ത് ചെയ്യാ അറിയോ? അല്ല ഞാനേ ഇത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ, വേഗം ഫ്രിഡ്ജിൽ വെക്കട്ടെ. അടുക്ക് വിടി, ഫ്രിഡ്ജിൽ വെക്കുമ്പോ എനിക്ക് ചിന്തിപ്പോവും. ആ വേറൊരു കാര്യം മറന്നുപോയി, സോറി കേട്ടോ. യെസ്, അപ്പൊ കസ്കസ് അത് ലാസ്റ്റ് ഇട്ടാ പോരെ? കിടന്നോട്ടെ, അത് ഇത്തിരി വെച്ചോട്ടെ. ലാസ്റ്റ് ഇട്ടാ ഇപ്പൊ നോക്കിയേ, ഇപ്പഴല്ല സാധനം സെറ്റായത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ കൂടി സെറ്റ് ആക്കിട്ടാ, അവിടേക്ക് സെറ്റ് ആക്കി നിങ്ങള്. ഞാൻ അത് കൊണ്ടുപോവാ, ഇത് വൃത്തിയാക്കും. വലിയ വത്തക്ക എനിക്ക് കൊണ്ടാവില്ല. അപ്പൊ നമ്മള് പൊരിക്കാൻ വേണ്ടി പോവാണ്. ചെറിയൊരു പീസ് വെള്ളമൊക്കെ വെച്ച് റെഡിയാക്കിയാണ്. എണ്ണ 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 വെച്ചിട്ട് പണി എടുക്കണില്ലാന്ന് വീണ്ടും തെളിയിച്ചിരിക്കാണ്. എടാ എണ്ണയാണ്. ഒരു പീസ് അയക്കണോ നോക്കാം, നമ്മൾ അയക്കണം നോക്കാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഒരു പീസ് ഇങ്ങനെ ഇട് ആയി അയക്കണമ്മ. അപ്പൊ ഇടട്ടെ, ഇടട്ടെ. ഓക്കെ അല്ലേ? ബിസ്മില്ല ഇട്. അങ്ങനെ എറിയരുത് റഷ്യ. ഇതൊക്കെ ഇങ്ങനെ വേറിട്ട് വരണ്ടേ? മുട്ടായി ഇട്. അങ്ങനല്ല, ഇത് പിടിച്ചേ എനിക്കറിയില്ല. ഇത് പിടിച്ചേ അമ്മ, ഇത് പിടിക്ക്. ഞാൻ കാണിക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് പലഹാരങ്ങൾ നമ്മൾ ഇടണ്ടേ. എന്താ അടുക്ക് നമ്മളെ ഈ സാധനം എണ്ണയിലേക്ക് വികുമ്പോത്തിന് സ്മൂത്ത് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്മൂത്ത് ആയിട്ട് അതിനിങ്ങനെ ഇതായി പോവാനുള്ള ഇതിടണം. എന്ത് മൊത്തത്തിലിട്ടാള് മൊത്തത്തിലിട്ടാള് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഇളക്കി കൊടുക്കാം. ആവും ഉമ്മ മറിച്ചിട്ടുണ്ടേ. എന്റെ മുട്ടായി ഇവിടെ സൈബ എടുത്തോണ്ടേ പതിയെ എന്തേ അതല്ല ഉമ്മ ഇളക്കിയിട്ടുമ്പോ മുട്ടായി എടുത്തു പോവാ സൈബ. അടുത്ത നമ്മള് മുട്ടായി ആണ് ഒന്ന് പൊരിച്ച് നോക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി പോയിട്ടോ. വെറൈറ്റി ഐറ്റം അല്ല അങ്ങനെ ആക്കരുത്. ദാമുന് ഒച്ചപ്പാടുണ്ടാക്കലോ അറിയ സൈബ. കൂട്ടിയാ മതി, അപ്പൊ ആണോ? കൂട്ടായിട്ടല്ലേ? നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട് ദാമു അല്ലേ സൈബ? നമുക്ക് അതിലേക്ക് ദാമോടെ ഉള്ളിൽ നിന്ന് എല്ലാരും കൂടി ജഗ പോക മാറി കണ്ട വെറൈറ്റി വെറൈറ്റി സാധനം കണ്ട. ഇത് നമ്മള് വിചാരിച്ച മാതിരില്ല കേട്ടോ. അപ്പൊ ഉപ്പച്ചിനോട് നന്ദി പറയണം. ഉപ്പച്ചിക്ക് വലിയ അവാർഡ് തന്നെ കൊടുക്കണം. നമുക്ക് വത്തക്ക കുറിച്ചാലോ? അതായിരിക്കും നന്നവാ. നിങ്ങക്ക് നന്നായിട്ട് ഇതയ്യ അറിയാലോ. ഇത് നമ്മൾ മുറിച്ചിട്ട് റെഡി ആവില്ല. പകുതി മുക്കാലും നോമ്പ് ഭയങ്കര കടുകട്ടിയാണ്. എന്തേ കുഴപ്പമില്ല, ഇത്തിരി ടൈമും കൂടി ഉള്ളു. അപ്പൊ നമ്മൾ അതേ ടൈമിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാം സീബ, ആ ഫാൻ ഓഫ് ആക്കി ഒന്ന്. ഓക്കെ ഇനിതാ അല്ലേ, അതിപ്പോ പീൽ ചെയ്യണിപ്പോ ഞാൻ പീൽ ചെയ്താലും ഈ പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പീൽ ചെയ്യ്. ഞാൻ പീൽ ചെയ്തോളാം. ഓക്കെ വന്നത് മോനെ. എന്താണ് പീൽ ചെയ്യേ? ഓ ഇതെന്താ പീൽ ചെയ്യലാണ് ബോസ്? ഇതെന്ത് പീലിങ്ങാ ബോസ്? ശരിയാണല്ലോ. എന്താ കട്ടിങ് റാശിയെ? അത് ഇതൊക്കെ വെറുതെ ആയിപ്പോവല്ലേ? ഇതൊക്കെ എന്താണ് മര്യാദക്കുള്ള മര്യാദ? അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റായി, ഫുഡൊക്കെ റെഡിയായി. അപ്പൊ ഇതാ ഞാനും റാശിയും ഒലിയും ദാമു. ഓ എനിക്ക് ഒലി, ഓൾക്ക് ദാമു. വത്താനം മഞ്ഞ അതാ
എത്ര പറഞ്ഞേ ഇന്നിപ്പോ ഞാൻ തൊട്ട കൊത്തു കേട്ടാ കൊത്തിന് ഇന്നെ കൊത്തു അങ്ങനെ ഒരു അടി വന്നാണല്ലോ ഒറ്റ അടി വന്നാണ്ടല്ലോ ഒറ്റ അടി തന്നാണ്ടല്ലോ എൻ്റെ ഹായ് പറ നോമ്പുണ്ടോ ദാമുന് നോമ്പുണ്ടോ രാവിലെ ഒരു ദാമുന് നോമ്പുണ്ടോ പയറ് കഴിച്ചാൽ എന്തെങ്കിലും ഇത് വെച്ച് നെയ്യത്ത് വെച്ച് നെയ്ത് വെച്ചല്ലേ പിന്നെന്താ കഴിച്ചിട്ടാ സൈബ എന്തൊക്കെ വിളിക്കുക ദാമു സൈബ ഉമ്മ പറയും ആ ഇപ്പച്ചീന്ന് പറയും ആ ചില സമയത്ത് ഇപ്പാന്നുള്ളത് പപ്പാന്നാവും എപ്പാന്നാവും ഉം. ഉം. എപ്പാന്നാവും പിന്നെ ആരൊക്കെ വിളിക്കും വേം പറയും ഇന്നെ വിളിക്കൂ സേബാന്ന് വിളിക്കൂ ആ റോഷാക്കനെ റോ വിളിക്കൂ ഉം. എന്താ പറയാ റോഷുന്ന് വിളിക്കൂ ആ പിന്നെ അതേപോലെ റാഷാക്കിനെ വിളിക്കില്ല ചീത്ത അറിയുന്നോണ്ട് അതെ അറിയൂലല്ലോ അല്ലേ റാഷിനെ പറയും പോലെ ഒന്നിനും ഈ മൃഗങ്ങൾക്ക് വരെ ഇഷ്ടമില്ല തീരെ ഇഷ്ടമില്ല റാഷാക്കിനെ കൊത്തുന്നില്ല ഇഷ്ടമില്ല ഇല്ല തീരെ ഇഷ്ടമില്ല പിന്നെ ഞാൻ പിന്നെ സ്വാഭാവികമായിട്ട് പാവായനെ കൊണ്ട് പിന്നെ എന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മിണ്ടാപ്രാണികൾക്കൊക്കെ എന്തായാലും ഹലോ സേബമ്മ കൊടുക്കണ് അപ്പൊ തന്നെ നോമ്പ് ഉറക്കാൻ ഒരു 5 മിനിറ്റ് അല്ലേ 5 മിനിറ്റോ 10 മിനിറ്റോ ഇപ്പൊ എത്ര ടൈം നോക്കട്ടെ അരായി അപ്പൊ ഇനി 9 മിനിറ്റ് ഉണ്ട് വെറും 9 മിനിറ്റ് അപ്പത്തിന് 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് ഞാൻ മുഹബത്തിക്ക സർബത്ത് ഒഴിച്ചു വെച്ചുക്കും ദാമുക്ക് നോമ്പൊറക്കാനുള്ള സമയം ദാമുന് കൂട്ടിൽ കൊണ്ടുപോയി ആയിട്ടില്ല അവിടെ പറ്റൂല ഇവിടെ ഇരിക്കും അത് 5 മിനിറ്റുള്ള പോണ്ടാക്കാം അത് 5 മിനിറ്റുള്ള പോണ്ടാക്കാലോ അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞപ്പോ ഉമ്മ ഒഴിക്കാൻ വേണ്ടി മാത്രം വന്നിക്കണ് കേട്ടോ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടാക്കിയിട്ടില്ലേ ദൈവം പൊക്കി കാണിച്ചേ ആണോ ഇന്നിപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കാലോ ബാക്കി വയ്ക്ക് സേവ ദാശ എന്തിനാ ആ കുട്ടീനെ ഈ ചീത്ത പറഞ്ഞേ നോമ്പ് കുട്ടികളെ ചീത്ത പറയാൻ പാടുണ്ടോ പോളായനോണ്ടല്ലേ ആ പാവ ആയനോണ്ടല്ലേ അടേക്കും പോണ്ടല്ലേ ആ പോണ്ട് അപ്പൊ എടുത്തുവച്ച എന്റെ സീറ്റിൽ ഒരു സാധനം എടുത്തുവച്ച ആ എല്ലാവർക്കും ഓരോ അതെന്താ അത് സൈബ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ അതിന്റെ വെക്ക് സൈബ റാഷിയ അല്ലല്ല ഈ മുട്ടായി സമൂസ ഇത് സൈബ ഉണ്ടാക്കിയതാ ഈ ഉണ്ടാക്കിയല്ല അവിടേക്ക് ആ അന്നപ്പ ചീത്ത പറഞ്ഞ ആൾക്ക് ഇല്ലേ ഈ അങ്ങനത്തെ ആൾക്കാ സൈബ കൊടുക്കണേ അല്ലേ ബാങ്ക് കൊടുത്താ കഴിഞ്ഞിട്ടല്ലോ കൈ കിട്ടണ്ട ഇതല്ലല്ലോ ആദ്യം കഴിക്കല് ഓ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ബ്രെഡിന്റെ ഉള്ളില് സമൂസന്റെ മാതിരത്തെ തന്നെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് ആദ്യം ഫ്രൂട്ട്സ് എന്നിട്ട് അത് തിന്ന് ഇത് കുടിച്ചോ എടോ അതിനെപ്പറ്റി നല്ലത് എന്തെങ്കിലും പറയും നല്ലതല്ല ഇത് ഫുള്ള് നന്നായി അപ്പളേ പറഞ്ഞു അവനോട് നന്നാരി കുറവാന്നമ്മ പറഞ്ഞത് ചിലർക്ക് ഇഷ്ടപ്പെടൂല ചിലർക്ക് ഇഷ്ടപ്പെടും നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട് അതെ ഇത് എന്റേതാട്ടോ ഞാൻ ഉണ്ടാക്കിയ 4 മൂലുള്ള വെറൈറ്റി സമൂസ അത് ഓൺക്കന്നെ കൊടുത്തോട്ടെ സാധാ സമൂസ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ മുട്ടായി സമൂസ അടിപൊളി എനിക്കൊന്നും അറിയില്ലല്ലോ
എന്റെ സമൂസ ഞാൻ തിന്ന് അടിപൊളി. എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നുന്നുണ്ട്. പിന്നെ മുട്ടായി സമൂസ റാഷിന്റെ അതെന്താ അത് വേറെ ഒന്നും കൊണ്ടുവന്നിട്ടാണ് ഉണ്ടാക്കി പ്രത്യേക ടേസ്റ്റ് സാധനം നമുക്ക് പോരാ. കാരണം എന്താ പറഞ്ഞാൽ അതിന് മേക്കിംഗ് നോക്കിയപ്പോ പിന്നെ എടുത്തോള്. അമ്മക്ക് വേണ്ടി അമ്മ തിന്നിട്ടേ നോക്ക്. അതായത് ഇതിന്റെ ഒരു മിസ്റ്റേക്ക് എന്താ പറഞ്ഞാൽ ഇത് ഇത്ര നീളമുള്ള അണ്ണാക്ക് തട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതാണ് അതിന്റെ പ്രശ്നം. അല്ലല്ല, ഇത് അണ്ണാക്കില് തട്ടിപ്പോണ്ട് നമ്മള് തിന്നുമ്പോ. അല്ല മേക്കിംഗ് പ്രശ്നമുണ്ട്. എന്നാള് ഇപ്പൊ അണ്ണാക്കി തട്ടിപ്പോണ്ട. അല്ല സാധനം കുറെ ഉണ്ടായിരുന്നല്ലേ. സമൂസ എന്റെ മുട്ടായി സമൂസ എടുത്തോ. സമൂസ ഉണ്ടാ അതില്ല എനക്ക് അണ്ണാക്കി തട്ടിക്ക് കഷ്ടപ്പെട്ട് ഇതണ്ട. ഇതൊക്കെ എമ്മാതിരി ചുട്ടാണ്. ഈ അതുകൊണ്ടാ ഒരു സമൂസ എന്നാ തരാം. എനിക്ക് വേണ്ട വേണ്ട പറയാനാ. എന്തായാലും കുഴപ്പം. ഇത് മറ്റേ പായക്കപ്പല് മൈനുണ്ട് അടിയിൽ കുറച്ച് പപ്പട സമൂസ. അത് ഓനെടുത്തതാ. ഓനുണ്ടാക്കിയൊന്നല്ലോ അവിടുത്തെ നല്ല ഇതൊക്കെ അമ്മക്ക് കൊടുത്ത്. അത് പപ്പട സമൂസാണ്. ഓനൊക്കെ ഉണ്ടാക്കിയതൊക്കെ നല്ലതെന്ന് അവൻ പറഞ്ഞു. ഉമ്മക്ക് അങ്ങനെ തോന്നണ എന്റെ ടേസ്റ്റ്. ഡ്രിങ്ക് അടിപൊളിയല്ലേ അമ്മ? സേബ് എങ്ങനെയുണ്ട്? എന്താ അറിയോ ഇത് വെള്ളം കുടിച്ചിട്ട് വത്തൊക്കെ പിന്നെ കോരി കുടിക്കണം. അമ്മ ചെറിയ പീസ സാധാരണ ഉള്ള മാതിരി ഇതില്ലല്ലോ. ഏത് കസ്കസ് അത്ര ഇതില്ല. ഇപ്പൊ ഓവറൊന്നല്ല, ഇത് കറക്റ്റാ കസ്കസ് അല്ലേ. എന്നാലും അത്ര ഒന്നും ഇല്ല. ഇതിനെക്കാട്ടി ഉണ്ടാവും കസ്കസ്. മുഹമ്മദ് സമൂസ ഇങ്ങനെ തന്നെയാണ്. സമൂസ അല്ല, സോറി. വേണേ ഞാൻ കുടിക്കും. അടിപൊളി. അതുകൊണ്ട ഓക്കെ. താത്ത ഉണ്ടാക്കി തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള താത്ത കൊണ്ടുവന്ന കേട്ടോ. നല്ല ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയ സമൂസന്റെ അതേ ഒരു ടേസ്റ്റിനോട് കിടപിടിക്കുന്ന മാതിരത്തെ ഒരു ഇതാണ്. അങ്ങനെ പറയരുത്. അടുത്തവിടുന്ന് അന്നേന്ന് അങ്ങനെ അങ്ങനെ ഞാൻ ഓളെ നിർത്തുക. ഞാൻ എന്റെ നിർത്തിക്കോ ഇപ്പ ഞാൻ എന്റെ നിർക്കോ കാക്കന്മാരെന്നെ പിന്നെ കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ എന്റെ നിർത്തില്ല. ഇതൊരു കളിയാന്ന ഒരു ഞാൻ ഉണ്ടാക്കല്ല. ഒന്ന് പറഞ്ഞ കേട്ടില്ല. ഞാൻ ഉണ്ടാക്കി ബൈക്ക് എരിഞ്ഞതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ നിർത്തി. തൂക്കം കൂടുതൽ അങ്ങോട്ടാന്ന് എനിക്കറിയാം. എത്ര തിന്നാലും മതി വരാത്തൊരു സാധനം സമൂസ. തിന്നിട്ടില്ല കേട്ടാ. ആളെടുത്ത് കുടിക്കാൻ പറ്റില്ല. ഇത് കഷ്ടം വരുള്ളൂ. ഉമ്മ കളിയാക്കല്ലേ ഉമ്മ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം നോക്ക് ഇങ്ങനെ കുടിക്കണ്ടേ. ഇവരോട് നമ്മൾ അപ്പളെ പറഞ്ഞു കുനുകൂടാ അരിഞ്ഞിട്ടോ. അപ്പൊ കേട്ടില്ല. അവന് ഓനക്ക് ഒരു നിർബന്ധം ക്യൂബ് ആക്കിയിടുന്നത്. അപ്പൊ പിന്നെ ഓന്റെ അല്ല ഓനക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലേ. ഭയങ്കര മധുരം. എടാ ഭത്തൊക്കെ കടിക്കുമ്പോ മധുരം തിന്നോക്ക്. എനിക്ക് പാലിന്റെ മധുര തോന്നുന്നു. പിന്നെ കെടുക്കും. പിന്നെ ഇവിടെ പൊട്ട പാലിന്റെ മധുര ഭത്തൊക്കെ കൂട്ടി കടിച്ചു ചെയ്യും. ഇത് നമ്മളെ റാശാക്കന്റെ ആണ്. റീഫ്രഷിങ് കേട്ടോ. നമ്മളെ നൊമ്പറിൽ എണ്ണക്കടികൾ ഇപ്രാവശ്യം കുറവായിരുന്നു അല്ലേ. പിന്നെ ചൂടും ഭയങ്കരമാണല്ലോ. പിന്നെ എണ്ണയും കൂടുതലാണ്. ചൂട് കൂടുതലാണല്ലോ, പിന്നെ എണ്ണയും കൂടുതലാണല്ലോ. അങ്ങോട്ട് അവിടെ
നല്ല എനിക്കൊന്ന് തന്നില്ലോള് എന്നിട്ട് അതിന് ഒന്ന് എടുത്തപ്പോ വലിയ സംഭവമാക്കണ് വരാം കഴിഞ്ഞില്ലേ ഒന്നല്ല 2 തന്നു എന്നിട്ട് അവള് വലിയ സംഭവമാക്കണ് പുസ്തന്റെ അവിടേക്ക് സൈബാ ഞാൻ നോക്കിട്ടൊന്നല്ല എനിക്ക് തന്നെ അവള് അങ്ങനെ നോക്കിട്ട് അല്ല ഓളേത് മേടിച്ച ഒന്ന് ഞാൻ ഓത്ത് പോലെ എളുപ്പം വെച്ചില്ലേ അല്ല നിങ്ങൾ രണ്ടാള് അല്ലേത് മേടിച്ച ഒന്ന് കടന്നു റാശിയ അലമ്പളിക്കല്ലേ റാശിയ സൈബാ കൊടുത്താളെ ഇത് വലിയ ചെക്കനായിട്ടോ ആ കുഞ്ഞു കുട്ടി ഒരു കാര്യം പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റുന്നില്ല അത് കൊടുക്ക് റാശിയ അന്റേന്ന് കൊടുക്ക് അന്റേന്ന് കൊടുക്കൊന്ന് ആൾക്ക് മോളെ ഞാൻ തന്നെ ഇപ്പൊ കണക്കിക്ക് തെറ്റല്ലോ അമ്മ ഞാൻ ഒന്ന് ഉള്ള അങ്ങോട്ട് കൊടുത്തില്ല ഇല്ല ഓർത്തില്ല അത് അങ്ങോട്ട് ചോദിച്ചു ഇല്ല പിന്നെ സൈബ അലമ്പലിക്കില്ല അലമ്പ് ഒന്നതിനെ എടുത്തിക്കണേ അവിടേക്ക് ഇല്ല അത് കൊടുത്താളാ ഒന്ന് കൊടുക്കേ കൊടുത്ത് ഒന്നും ഇങ്ങോട്ട് വെച്ചിക്കണേ ഇല്ല ആ അങ്ങോട്ട് തന്നെ പറ്റി കണക്ക് തെറ്റിമ്മ അത് വേണ്ടെന്ന് അവള് പറഞ്ഞേ അത് വേണ്ടാന്നേ വേറെ കൊടുക്ക് സൈബ ഓവറാവല്ലേ ഒരു കണക്ക് നോക്കാൻ എന്നാ ഏതാന്ന് പറയ് ഇത് മതി അതിലൊന്നും ഇല്ലാത്തതാണ് ഒരു കുന്തും ഇല്ല അവന്റെ മടക്കര കൊണ്ടാണ് അത്. നീ ബൈക്ക് വരണം കേട്ടോ ഇപ്പൊ കുട്ടിന്റെ കേൾക്കാം എന്ത് അടുത്ത നമ്മള് ഇനി തിന്നാല് കണ്ണച്ചത്തിരും ചിക്കൻ മുളക് ഇട്ടത് വല്ലാത്ത ടീമാണുള്ളത് കൈ പിടിക്കും എന്താ മക്കളെ എന്താ ഇല്ല ഞാൻ തുപ്പിയിട്ടില്ല കൈ പിടിച്ചിട്ടുള്ളൂ ഞാൻ തുടല്ലേ നിങ്ങളൊക്കെ നോമ്പ് തുറന്നില്ലല്ലോ അത് ഞാർക്കും വേണ്ടത് വേണ്ട അത് കൊള്ളാല പരിപാടി ഇത് മൊളിയാറല്ലല്ലോ മൊളിയാറാന്നപ്പോ പറഞ്ഞിരുന്നേ മുളിയാറെന്ന് പറഞ്ഞാൽ അവിടുത്തെ മുളക് ഭയങ്കര കടുപ്പാ പിന്നെ ആരും കഴിക്കൂല പിന്നെ ഇത്തിരി കോരി വെച്ചിരുന്നേ എനിക്ക് ഇത്തിരി മൊളിയാറ് തന്നിരുന്നെങ്കിൽ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറ്റൂല നമുക്കായിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറ്റൂല ഇത് ഇങ്ങക്കായിട്ടുള്ള അല്ല ഇത് ഇങ്ങ ഈ പച്ചട രീതിക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ പോയി കഴിച്ചോ നമുക്ക് വയ്യാത്തത് തീരെ അവൻ ആലോചിക്കണില്ലേ നോക്കി ഇമ്മക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ് അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക് നോക്ക് ഇമ്മക്ക് എളുപ്പത്തിനാണെങ്കിൽ മൊളിയാറാണ് എളുപ്പം ഇതാണ് ഇമ്മക്ക് പാടുള്ളത് അതറിയോ അപ്പൊ അതിന് വേണ്ടിട്ട് ഇമ്മനെ പറയണം ഉമ്മ എളുപ്പമുള്ള ഉണ്ടാക്കിയാൽ മതിയെന്ന് മനസ്സിലായോ ഒന്നുണ്ടാക്കണതിന് രണ്ടൊന്നും ഉണ്ടാക്കണം ഇപ്പൊ ഓനെന്താ പറഞ്ഞേ വേണ്ടി വേറെ എന്തേലും മാറ്റിച്ചോളി ഈ തൂക്കി അതോ ഇത് ഉണ്ടാക്കണേന്ന് മുന്നേ കോരി വെക്കാനേ പറഞ്ഞിട്ടുള്ളൂ തേങ്ങ അരച്ചതല്ല എന്തോ കാട്ടിയല്ലേ എന്താ മസാലക്കറി പക്ഷെ ഇത് ഇതും കുഴപ്പമില്ല കേട്ടോ തിന്നണതിന് മുന്നാണ് പറയും ഇതിപ്പന്റെ കുട്ടിയെ കണ്ണച്ചത്തിരും അതേപോലെ തന്നെ ഇതിപ്പന്റെ കുട്ടി എപ്പിച്ചിങ്ങനെ ഫസ്റ്റ് കണ്ടാ പറയൂ ഇതെനിക്ക് വേണ്ട ഒന്നൊക്കെ വേണ്ട തിന്നു നോക്കിയാലോ പോരട്ടെ ഒരു കാര്യം ഇപ്പൊ ഇത് പറഞ്ഞില്ലേ എങ്ങനെ സൈബ അവർക്ക് ഇത് എങ്ങനെ പറഞ്ഞ പോരട്ടെ ഇങ്ങനെ ഇതിപ്പോ കാണൂട്ടോ ഇപ്പൊ പള്ളി പോയതാണ് വന്നിട്ടില്ല ഇതുവരെട്ടും ഇപ്പച്ചിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ശരിക്കത്തത് ഇതിപ്പൊ കാണും ചെയ്യും ഇപ്പൊ വന്ന ഇപ്പന്റെ നാട്ടിൽ തോന്നല്ല ഇനി ഒരു കുറ്റല്ല പറഞ്ഞതേ ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് ഫസ്റ്റ് കുറ്റം പറയും പക്ഷെ പിന്നെ ഇഷ്ടപ്പെട്ട ഇപ്പച്ചി ഞാത്തൊന്നും ഭയങ്കര സുഖം എന്താ വെച്ചാല് ഇപ്പച്ചി എന്താ പറയ്. പോയി അപ്പൊ എന്താ പറയാ ഈ കാക്കനോട് നല്ല പാട്ട് പാടിക്ക് സോയിക്കുക ഇന്നലെ ചെയ്തിട്ടുള്ളൂ മാറ്റിട്ടുള്ളൂ ഇപ്പൊ മാറ്റി മറിക്കണില്ലേ മാറ്റി മറിക്കണില്ലേ എന്താ ഇപ്പനെ പറഞ്ഞു ഇതുവരെ ഇപ്പൊ വന്നാലും ഇപ്പന്റെ മേത്ത് തൂങ്ങി കിടക്കണ ആളാ ഇപ്പൊ ഇപ്പനെ കുറ്റം പറഞ്ഞു എന്താ എന്റെ പച്ചി
ഞാൻ അപ്പനെ കുട്ടിയല്ലേ അപ്പൊ ഇജ്ജ് മാത്രമേ ഉള്ളൂ മറ്റേ വയറ്റിന് ഇതായത് ആ ഇതെന്താ നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുളിയാറാക്കിയിരുന്ന ഇതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു. കാരണം ഇതിലേക്ക് നല്ല കണ്ണുച്ചത്തിരിലേക്ക് മുളിയാറ് ഭയങ്കര അടിപൊളിയാ. അറിയോ? ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ നോമ്പർ നമ്മളിവിടെ നിർത്തണം. അടുത്ത ദിവസം നല്ലൊരു അടിപൊളി സാധനം നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ വിചാരിച്ചിരിക്കണില്ലേ? എന്താണ് വിചാരിച്ചത്? ആണല്ലേ പ്രിപ്പറേഷൻ. മുഹമ്മദ് ഖാൻ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഫ്രീസ് ആവാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ലൈക്ക് ചെയ്യണേ.